നമസ്കാരം ടീച്ചർ. ടീച്ചറെ നമുക്ക് കിട്ടുമെന്ന് ടീച്ചറിന്റെ തിരക്കിനിടയിലൊക്കെ വലിയ സന്തോഷം എന്തായാലും ടീച്ചറെ കിട്ടി എന്നുള്ളത്. ഞാൻ തുടക്കത്തിൽ തന്നെ ടീച്ചറോടൊരു കാര്യം ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഞങ്ങളെല്ലാവരും പുതിയ തലമുറയാണെങ്കിലും ശൈല ടീച്ചർ എന്ന് പറഞ്ഞേ നമുക്കറിയുള്ളൂ. അതിനു മുമ്പ് കെ ശൈലജ എങ്ങനെയാണ് CPIM-ലേക്ക് വരുന്നത്, ഒരു കണ്ണൂർക്കാരി എങ്ങനെയാണ് അതിലേക്ക് കടന്നത്, പിന്നീട് സജീവ രാഷ്ട്രീയ പ്രവർത്തക, ആ കാലത്തിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഞാനായി തീരുമെന്ന് ഒരുപക്ഷെ എൻ്റെ വീട്ടുകാരും കരുതിയിട്ടുണ്ടാവില്ല, ഞാനും കരുതിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ കുറച്ചൊരു ലജ്ജാലുവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അമ്മയുടെ ഒരു കുട്ടിയാണ്. അമ്മയുടേത് മാത്രമല്ല, അന്ന് ഞങ്ങളുടെ വീട്ടിൽ പൊതുവെ കുട്ടികൾ കുറവായിരുന്നു. അപ്പോൾ ഇളയമ്മക്ക് ഒരു മകളുണ്ടായിരുന്നത്, അവൾ എൻ്റെ 3 വയസ്സിന് ഇളയതായിരുന്നു. ആ കുട്ടി മരിച്ചുപോയി. 3 വയസ്സാകുമ്പോഴേക്കും അവൾ മരിച്ചുപോയി. ഞാനന്ന് 6 വയസ്സോ മറ്റാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ഇളയമ്മക്ക് പിന്നെ കുട്ടികളില്ല. അവരുടെയും മകളായിട്ടാണ് വളർന്നു വന്നത്. പിന്നെ അമ്മയുടെ അമ്മയുണ്ട്, വല്യമ്മ എന്നാണ് വിളിക്കുന്നത്, വല്യമ്മയുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു കുട്ടിയായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഉള്ള ചില ദോഷവശങ്ങളുണ്ടല്ലോ, കാര്യമായിട്ട് ശകാരിക്കാതിരിക്കുക, അങ്ങനെയെല്ലാം ഉള്ള ഒരു അതിലാളനെ ഏറ്റു വളരുന്ന കുട്ടികളുടെ എല്ലാ പോരായ്മയും എനിക്കുണ്ടായിരുന്നു. അന്ന് ചെറുതായിട്ട് ആരെങ്കിലും ഒന്ന് ദേഷ്യപ്പെട്ടാൽ തന്നെ കരച്ചിൽ വരിക, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനൊരു മറുവശമുണ്ട്. എൻ്റെ കുടുംബം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബമായിരുന്നു. ഈ പറഞ്ഞ വല്യമ്മയ്ക്ക് 5 ആങ്ങളമാരാണ് ഉണ്ടായിരുന്നത്. അവരിൽ 3 പേർ സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അത് നേരത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വലിയ തോതിൽ പ്രവർത്തിച്ച ആളാണ് MK രാമുണ്ണി എന്ന് പറയുന്ന എൻ്റെ അമ്മാവൻ. അതുപോലെ അതിന് താഴെയുള്ള MK കൃഷ്ണൻ, അതുപോലെ MK ദാമോദരൻ. ഇവർ 2 പേരും ഇതുപോലെ സാധാരണ നാട്ടുപുറത്തെ പ്രവർത്തകർ. രാമുണ്ണി മാമൻ കുറച്ചും കൂടി സജീവമായിട്ട് ഉള്ളൊരു പ്രവർത്തകനാണ്. അന്ന് പറയുക, ഈ താലൂക്ക് എന്നെല്ലാം പറയുന്നതിന് പകരം ഫർക്ക എന്നാണ് പറയുക. അവിടുത്തെ ഇരിക്കൂർ ഫർക്കയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു രാമുണ്ണി മാമൻ. പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ സമൂഹത്തിൽ വ്യാപിച്ചപ്പോൾ 30കളിൽ 40കളുടെ തുടക്കത്തിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും രാമുണ്ണി മാമനെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം സ്വാധീനിച്ചു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറി പതിയെ. അപ്പോൾ ഒരേ സമയം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിച്ച കർഷക സമരങ്ങളിലുമെല്ലാം പങ്കെടുത്തിരുന്നു. കമ്മ്യൂണിസ്റ്റുകാർ വേട്ടയാടപ്പെട്ട ഒരു കാലമായിരുന്നു അന്ന്. അത് തന്നെ ഈ അമ്മാവന്മാർക്കും അനുഭവിക്കേണ്ടതായിട്ട് വന്നു. രാമുണ്ണി അമ്മാവൻ അവിടുത്തെ ജന്മിയെ പരിഹസിക്കാൻ കാരണം, ജന്മി അന്നത്തെ അവിടുത്തെ കല്യാട്ട ജന്മി BA പരീക്ഷ എഴുതിയിട്ട് പാസ്സായില്ല. അപ്പോൾ രാമുണ്ണി മാമൻ പ്രസംഗിക്കുമ്പോൾ BA എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കളിയാക്കി, BA എന്ന് പറഞ്ഞ് കളിയാക്കി. ആ പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അതെന്തോ ഒരു വലിയ കൊലപാതക കുറ്റം പോലെ അദ്ദേഹത്തെ ജയിലിലടച്ചു. അങ്ങനെ അദ്ദേഹം ജയിലിൽ പോകേണ്ടതായിട്ട് വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തെ അരക്കിട്ട് ഉറപ്പിക്കുന്നതായിട്ട് മാറി. മറ്റൊരു അമ്മാവൻ, ഈ പറയുന്ന കൃഷ്ണൻ, MK കൃഷ്ണൻ, സേലം ജയിലിനകത്ത് പിടിച്ചു കൊണ്ടുപോയിട്ട് സഖാക്കളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു. വലിയ നേതാവൊന്നുമല്ല, സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. പക്ഷേ സേലം ജയിലിനകത്തേക്ക് വെടിവെച്ചപ്പോൾ സഖാവ് നീലഞ്ചേരിക്ക് വെടിയേറ്റ് വീഴുന്നത് അമ്മാവൻ്റെ മേലായിരുന്നു എന്നാണ് അമ്മാവൻ പറയുന്നത്. അപ്പോൾ കുറേ പേരങ്ങ് അടിയിൽ പോയി. കൂമ്പാനെ ആളുകൾ വെടിയേറ്റ് വീണ ആ സമയത്ത് എല്ലാവരെയും കൂടി വാരി വലിച്ച് പുറത്തു കൊണ്ടുപോയിട്ടു. കുറേ പേര് മരിച്ചു. ബാക്കിയുള്ളവർ ജീവച്ഛവമായിട്ട് ആരൊക്കെയോ ആശുപത്രിയിലെത്തിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട കൂട്ടത്തിൽ ഒരാളായിരുന്നു MK കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ തലയിൽ ഈ നെറ്റി ഇവിടെ ഒരു വെടിയുണ്ട ഇങ്ങനെ പതിഞ്ഞ് കിടപ്പുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. നെർവിനൊക്കെ തട്ടി നിൽക്കുന്നത് കൊണ്ട് ഒരു ഭാഗ്യപരീക്ഷണമായി പോകുമെന്ന്. അതവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ തൊട്ടു നോക്കുമായിരുന്നു. പക്ഷേ അതുകൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം പിന്നീട് മാനസികമായിട്ടൊരു വിഭ്രാന്തിയുള്ള ആളായിട്ട് മാറി. എനിക്ക് തോന്നുന്നു നെർവസ് സിസ്റ്റത്തെ എന്തോ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ തോതിലൊരു പറയുന്നതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ലാത്ത അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം മാറിപ്പോയിരുന്നു. ആദ്യത്തെ അമ്മാവൻ രാമുണ്ണി അമ്മാവൻ ഈ ജയിലിൽ നിന്നുള്ള മർദ്ദനമൊക്കെ സഹിച്ച് അവസാനം വലിയ തോതിൽ അസ്വസ്ഥനായി ചോര ചുമച്ച് തുപ്പി അങ്ങനെയാണ് മരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ ജനനം. അപ്പോൾ അമ്മമ്മ പറയുന്ന കഥകളിൽ, ഈ വല്യമ്മ എന്നാണ് ഞാൻ വിളിക്കുന്നത്, അമ്മയുടെ അമ്മ പറയുന്ന കഥകളിൽ ധീരമായിട്ടുള്ള ഈ പോരാട്ടങ്ങളുടെ കഥകളുണ്ടാവും ചെറുപ്പത്തിൽ. എൻ്റെ വല്യമ്മ ഒരു വലിയ സ്റ്റോറി ടെല്ലറാണ്. വൈകുന്നേരം ആകുമ്പം കുളിച്ച് ഉമ്മർത്തൊരു പായൊക്കെ ഇട്ടിരുന്ന്, അപ്പോൾ ഞങ്ങൾ മാത്രമല്ല തൊട്ടാലോക്കത്തുള്ള എല്ലാവരും വരും. അതൊരു സർവ്വമത സമ്മേളനം പോലെയാണ്. എല്ലാവരും വരും. ഒരു മറിയമ്മ ഉണ്ടായിരുന്നു, ഒരു ഖദീസമ്മ ഉണ്ടായിരുന്നു,
അതുപോലെ തന്നെ അന്നമ്മ ചേട്ടത്തി, വർക്കിച്ചേട്ടൻ, ഇവരെല്ലാം ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും അസംബിളാവും. കുറേ നാട്ടുകാര്യങ്ങൾ പറയും, അതിനിടയ്ക്ക് കഥകൾ, ഹിന്ദു പുരാണ കഥകളൊക്കെ പറയും. അത് ഇവരെല്ലാം ഇരുന്ന് കേൾക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ വെറും കഥകൾ മാത്രമല്ല, ഈ പഴയ പോരാട്ടങ്ങളുടെ കഥകളും അമ്മ പറയുമായിരുന്നു. കയ്യൂർ സമരകഥ, അതുപോലെ കരിവള്ളൂരിലൊക്കെ നടന്ന പോരാട്ടം, പഴശ്ശിയിൽ നടന്ന വലിയ സംഘർഷം, ഇതെല്ലാം അമ്മമ്മ പറയും. അപ്പോൾ ഇതിങ്ങനെ കേട്ടുകേട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ സമരത്തെക്കുറിച്ചും അന്നത്തെ ഭക്ഷണമില്ലാത്ത അവസ്ഥ, നെല്ലെടുപ്പ് സമരങ്ങൾ, ഇതെല്ലാം കേട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്ത ഇത്രയും വലിയ ത്യാഗത്തെക്കുറിച്ച് മനസ്സിലങ്ങനെ പതിയാണ്. പിന്നെ ഞാൻ കുറച്ച് വലുതായപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മമ്മയ്ക്കും പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരാങ്ങളെയാണ് ഉണ്ടായിരുന്നത്. വലിയമ്മക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു, ഒരാൾ നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ഈ ഒരു അമ്മാവൻ മാത്രമേ ഉള്ളൂ, സഹദേവൻ, സതു എന്നാണ് വിളിക്കുക. അപ്പോൾ അദ്ദേഹത്തിനും അമ്മമ്മയ്ക്കും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകണമെന്ന് വലിയ നിർബന്ധമായിരുന്നു. ഇപ്പോൾ സാധാരണ വലിയമ്മ പോകുമ്പം പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ എൻ്റെ കയ്യും പിടിച്ചിട്ട് പോവും. ഞാൻ ചെറുതായപ്പോൾ ഈ ദാമോദരൻ എന്ന് പറയുന്ന അമ്മാമൻ അന്ന് ഇരിട്ടി ടൗണാണ് ഞങ്ങളുടെ അടുത്ത ടൗണ്. ഇന്നത്തെ പോലെ വലിയ ടൗണായിട്ടില്ല, ചെറിയൊരു ടൗണാണ്. അവിടെ പാർട്ടി പൊതുയോഗങ്ങളൊക്കെ വെച്ചാൽ എന്നെ വീട്ടിൽ വന്നിട്ട് എടുത്തു കൊണ്ടുപോകും. ചിലപ്പോൾ അമ്മാവൻ സ്റ്റേജിലിരിക്കുമ്പോൾ അവിടെ എന്നെയും കൂടി ഇരുത്തും. അങ്ങനെയൊക്കെ ആയിരുന്നു വല്യമ്മാവൻ്റെ സ്വഭാവം. ഇങ്ങനെ ഞാനിതിൻ്റെ ഒരു സഹചാരിയായിട്ട് മാറിക്കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നിർബന്ധമായിട്ടും പാർട്ടി മീറ്റിങ്ങിനൊക്കെ പോകണം എന്നുള്ള ഞാൻ മടിക്കാൻ പാടില്ല, നമ്മുടെ വീട്ടിലുള്ളൊരു കുട്ടി പോകാതിരുന്നൂടാ എന്ന് പറഞ്ഞ് അങ്ങനെ നിർബന്ധിച്ചയക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന് ക്രമേണ മഹിളാ സംഘടനയുടെ യൂണിറ്റ് സെക്രട്ടറിയായി. അതുപോലെ അന്നത്തെ KSYF യൂത്തിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി. അങ്ങനെ ഒരേ സമയത്ത് യൂത്തിൻ്റെ യൂണിറ്റ് പ്രസിഡൻറ്റും മഹിളാ സംഘടനയുടെ യൂണിറ്റ് സെക്രട്ടറിയുമായിട്ട് അവിടെയാണ് എൻ്റെ ഈ രാഷ്ട്രീയ യാത്രയുടെ തുടക്കം. പിന്നെ എവിടെയും ഒഴിവാക്കാൻ കഴിയാത്ത വിധം അന്ന് അത്രയും സ്ത്രീകളൊക്കെ രംഗത്ത് വരുള്ളൂ, പെൺകുട്ടികളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അത്യാവശ്യം വരുന്ന ഞങ്ങളെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് വില്ലേജ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു, ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു, ജില്ലാ കമ്മിറ്റിയിലെത്തുന്നു. ജില്ലാ കമ്മിറ്റിയിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ ഒരു അഭിപ്രായം തന്നെയായിട്ട് മാറി ഇനി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കണം എന്നുള്ളത്. അപ്പോൾ പിന്നെ അങ്ങനെ തുടർന്ന് സ്റ്റേറ്റ് കമ്മിറ്റിയിലും ഇന്ന് കാണുന്ന അവസ്ഥയിലൊക്കെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഘടനാ പ്രവർത്തനവും പാർലമെന്ററി പ്രവർത്തനവും ഒക്കെ കൊണ്ടുപോകാനുള്ള അങ്ങനെ വളരെ ചുരുക്കം സ്ത്രീകളാണല്ലോ കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഉണ്ടാവുക. അതൊരു വലിയ ഭാഗ്യമായി നമുക്ക് കാണാം. മറ്റൊന്ന്, ടീച്ചർ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, മുൻപ് എനിക്ക് അറിയില്ല അത് എത്ര പേരുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് എന്ന്, ടീച്ചർ മന്ത്രിയായിരുന്ന സമയത്താണ് ടീച്ചർ എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞൊരു ആരോപണം വന്ന സമയത്ത് ടീച്ചർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്, എന്ത് ടീച്ചറായിരുന്നു എന്ന് പറയുന്നതിനൊക്കെ പകരം തയ്യൽ ടീച്ചർ എന്താ ടീച്ചറല്ലേ എന്ന് ചോദിക്കുകയാണ് ടീച്ചർ ചെയ്തത്. ഇപ്പോൾ ആ സന്ദർഭത്തിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ തയ്യൽ ടീച്ചറല്ല, ഞാൻ ഇന്ന ടീച്ചറാണ് എന്ന് പറയാം. അതിന് പകരം തയ്യൽ ടീച്ചറാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ, എന്താ തയ്യൽ ടീച്ചറല്ലേ എന്ന് ചോദിക്കുന്ന ഒരു നിലപാട്, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്നതാണോ അത്തരം വർത്തമാനം? അത് നമ്മുടെ എല്ലാം ചിന്തകളെ ഇടതുപക്ഷ രാഷ്ട്രീയം നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ ഒരു അന്തസ്സ് നിലനിർത്തുന്നതിനും നമ്മൾ ചോദിച്ചാൽ അതിനോട് സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രതികരിക്കുന്നതിനും ഒക്കെയുള്ളൊരു കഴിവ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോഴും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എല്ലാം തുടർന്ന് വായിക്കുമ്പം അത്ഭുതത്തോടെയാണ് ഓർമ്മിക്കാറ്. ഒരു സാമൂഹ്യ അവസ്ഥയെ എത്ര ഭംഗിയായിട്ടാണ് മാർക്സും എംഗൽസും വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്ന്. ഇന്നത്തെ വർത്തമാനകാലത്തിനും ചേരുന്ന രീതിയിലാണ് അവരുടെ സാമൂഹ്യ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരം പുരോഗമന ആശയഗതികൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. അതിലേറ്റവും വലുത് സമത്വം എന്ന ആശയമാണ്. രണ്ടാമത്തത് വർക്കിനോടുള്ള വർക്കാണ്. ഈ സമൂഹത്തെ മാറ്റുന്നത്, ഭൂമിയെ മാറ്റുന്നത് ഭൂമിയിൽ മനുഷ്യനുള്ള അധ്വാനമാണ്. ഭൂമിയോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം, അധ്വാനമാണെല്ലാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ആ അധ്വാനത്തിന് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. ഏതെല്ലാം മേഖലയിൽ നിന്ന് ആളുകൾ അധ്വാനിക്കുന്നു. ചിലത് കായികാധ്വാനമാവാം, ചിലത് മാനസികാധ്വാനമാവാം. അപ്പോൾ ഏത് മേഖലയിൽ നിന്ന് അധ്വാനിക്കുമ്പോഴും സാമൂഹ്യ മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ ഏത് അധ്വാനത്തെയും നമ്മൾ മഹത്വവൽക്കരിക്കണം. ഈ തത്വശാസ്ത്രം ആകെ ആലോചിച്ചിട്ടൊന്നുമില്ല, എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ അങ്ങനെയാണ് പ്രതികരിക്കാൻ തോന്നിയത്. അപ്പോൾ തയ്യൽ ടീച്ചർ എന്ന് വിളിച്ച് പരിഹസിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നിയത് അതാണ്, ഞാൻ തയ്യൽ ടീച്ചർ അല്ല എന്ന് പറഞ്ഞാൽ തയ്യൽ ടീച്ചർ എന്ന് പറയുന്നത് എന്തോ 2ാം സ്ഥാനത്താണ് എന്ന് തോന്നും. അങ്ങനെ തോന്നരുതല്ലോ. എനിക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതായി വന്നിട്ടില്ല. ഞാൻ ഉടനെ പറഞ്ഞത് അങ്ങനെയാണ്,
തയ്യൽ ടീച്ചർ എന്താ ടീച്ചറല്ലേ? ടീച്ചിങ് അതൊരു പ്രൊഫഷനാണ്. ഏതെല്ലാം തരത്തിലുള്ള ടീച്ചിങ് ഉണ്ട്. സ്റ്റിച്ചിങ് അത് പഠിപ്പിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. തയ്യൽ ക്ഷമയോടുകൂടി മാത്രമല്ല, ഒരു ജോലി സമ്പാദിക്കാൻ ആവശ്യമായ സ്കിൽ ഡെവലപ്മെന്റ് കൂടിയാണത്. വെറും ടൈം പാസ് മാത്രമല്ല. പ്രത്യേകിച്ച് ഞാൻ വളർന്നു വന്ന സാഹചര്യം, എൻ്റെ അമ്മാവനൊരു തയ്യൽക്കാരനായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് പ്രായമായി, ചെയ്യാൻ കഴിയില്ല. അമ്മാവൻ തയ്യൽക്കാരനാണെന്ന് പറയുമ്പം എനിക്ക് നല്ല സന്തോഷമാണ്. കാരണം ഒരുപാട് മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ജോലിയാണത്. അപ്പോൾ ആ ജോലിക്ക് ഒട്ടും മഹത്വക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിഹസിക്കാനാണ് അങ്ങനെ പറയുന്നതെങ്കിൽ ആ ടീച്ചറാണ്, അതിൽ തർക്കമില്ല. എനിക്കിപ്പം ഞാൻ ആ ടീച്ചറല്ല. ഇപ്പോഴും ചിലപ്പോൾ ഈ കുബുദ്ധികൾ കമൻ്റ് ഇടും, തയ്യൽ ടീച്ചറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനൊന്നും നമ്മൾ പ്രതികരിക്കാൻ പോവാറില്ല. അവിടെ ടീച്ചിങ് അത് ഏത് മേഖലയിൽ നിന്ന് പഠിപ്പിക്കുന്നവരായാലും അതിനൊരു പഴയ കാലത്തൊക്കെ പറയുമ്പോൾ ഗുരുവാണ് അല്ലേ ടീച്ചർ എന്ന് പറയുന്നത്. അത് എന്ത് പഠിപ്പിച്ചാലും ഗുരുവാണ്, അതിനൊരു മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിച്ചത്. അത് പെട്ടെന്ന് എപ്പോഴും അങ്ങനെയാണ്. ഒരു ചോദ്യം വരുമ്പോൾ എന്താ പെണ്ണുങ്ങൾക്ക് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുന്ന ടീച്ചർ വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് മറുപടി വരിക. പക്ഷെ അത് വളരെ കൃത്യവുമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് വലിയ പ്രചോദനമാണ്. മറ്റൊരു കാര്യം, പൊതുവിൽ സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും ടീച്ചർ അത്തരം പ്രശ്നങ്ങളിലൂടെ ഉറപ്പായും കടന്നു പോയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ പെൺകുട്ടികൾ മുന്നോട്ട് വരുമ്പോൾ തന്നെ കേരളത്തിലാണ് കുറച്ചെങ്കിലും പ്രാതിനിധ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്ഥാനം നമുക്ക് പറയാം. എന്നാലും ഒരു ടോക്കണിസം ഉണ്ടല്ലോ, അതായത് പേരിന് വേണ്ടി ഒരു സ്ത്രീയെങ്കിലും ഇല്ല എന്ന് തോന്നണ്ട എന്ന് വിചാരിച്ച് ഒരു സ്ത്രീയൊക്കെ പലപ്പോഴും സ്റ്റേജിലിരിക്കുമ്പോൾ മുഴുവൻ പുരുഷന്മാരായിരിക്കും. ഇനി അതൊരു നാണക്കേടാവണ്ടെന്ന് വിചാരിച്ച് ഒരു സ്ത്രീയെ ചിലപ്പോൾ ഒരു കോണിലിരുത്തുന്നത് കാണാം. അങ്ങനെയുള്ളൊരു രീതി CPM-ലും ഉണ്ടോ? അത് നമ്മൾ പാർട്ടിക്കകത്തും എല്ലാം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. സ്ത്രീകൾ കുറേയും കൂടി ഉത്തരവാദിത്വമുള്ള ജോലികൾ ഏറ്റെടുക്കുകയും അവിടെ സ്ത്രീകളെ കൊണ്ടുവരികയും ചെയ്യണം. കുറേ കാലമായി പാർട്ടിക്കകത്ത് അതിനുള്ള ബോധപൂർവമായ ഇടപെടൽ നടക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ഫലപ്രദമായി വന്നു കഴിഞ്ഞു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കുറേ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിമാരായി സ്ത്രീകൾ വരാറില്ലായിരുന്നു. അവിടെ കമ്മിറ്റിയിൽ വരും, പിന്നെ ബ്രാഞ്ചിൽ സ്ത്രീകളുണ്ടാവും അംഗങ്ങളായി. എന്നാൽ സെക്രട്ടറിമാരായിട്ട് വരാറില്ല. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സ്ത്രീകളെ സെക്രട്ടറി ആക്കിയാൽ ഇത് ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യും എന്ന വിശ്വാസം മറ്റുള്ളവർക്കില്ല. രണ്ടാമത്തത്, സ്ത്രീകൾ തന്നെ അത്തരം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായി വരാത്തൊരവസ്ഥയുണ്ട്. അതൊരു സമയം ഒരുപാട് ആവശ്യമുള്ള ജോലിയാണ്, അത്രയും റിസ്ക് എടുക്കാൻ വയ്യ. അത് ഈ ഗാർഹികമായിട്ടുള്ള ഇന്നത്തെ ബന്ധങ്ങൾ തന്നെയാണ് സ്ത്രീകളെ പിന്തിരിപ്പിക്കുന്നത്. വീട്ടിലെല്ലാ കാര്യവും സ്ത്രീയാണ് ചെയ്യേണ്ടത് എന്നൊരു ബോധമുണ്ട്. സന്ധ്യക്ക് മുമ്പേ വീട്ടിലെത്തണം സ്ത്രീ എന്ന ബോധമുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറി ആകുമ്പോൾ സന്ധ്യക്ക് മുമ്പൊന്നും വീട്ടിലെത്താൻ പറ്റൂല, എല്ലാ കാര്യവും ചെയ്ത് രാത്രിയായാലേ പറ്റുള്ളൂ. അപ്പോൾ സ്ത്രീകൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, സ്ത്രീകൾ സ്വമേധയാ ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് വെല്ലുവിളിയോടെ മുന്നോട്ട് വരണം. രണ്ടാമത്തത്, സ്ത്രീകൾക്ക് ഒട്ടും കുറവില്ല, സ്ത്രീകളെ ആക്കിയാൽ ഈ ബ്രാഞ്ച് നന്നായിട്ട് പോകുമെന്ന് പുരുഷന്മാരായിട്ടുള്ള സഖാക്കളും അംഗീകരിക്കണം. ഇപ്പം നല്ല മാറ്റം വന്നു. ഇത്തവണ സമ്മേളനം കഴിഞ്ഞപ്പോൾ 3000-ലേറെ വനിതാ ബ്രാഞ്ച് സെക്രട്ടറിമാരുണ്ടായി കേരളത്തിൽ. അതൊരു നല്ല മാറ്റമാണ്. പിന്നെ അങ്ങനെ ലോക്കൽ സെക്രട്ടറിമാർ കുറച്ചേ ഉള്ളൂ, ഇപ്പോഴും കുറച്ച് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാം കൂടി ഒരു 10, 30, 40 ലോക്കൽ സെക്രട്ടറിമാരായിരിക്കും ലോക്കൽ സെക്രട്ടറിമാരായിട്ട് ഏരിയയിൽ ഉണ്ടാവുക. ഏരിയ സെക്രട്ടറിമാരായിട്ട് 2 പേരേ ഉള്ളൂ ഇതായിട്ട്. പിന്നെ ജില്ലാ സെക്രട്ടറിമാരായിട്ട് ആരുമില്ല. അപ്പോൾ ഈ ഉത്തരവാദിത്തം എല്ലാം എടുത്താലേ ഈ സ്റ്റേജിലും ഇരിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പം സ്റ്റേജിൽ കുറച്ച് കസേരയുണ്ടാവും. ആ കസേരകൾ പ്രധാന ഭാരവാഹികൾക്ക് ഇരിക്കാനുള്ളതായിരിക്കും. ഒന്നുകിൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ്, അങ്ങനെയുള്ളവർക്ക്. സെക്രട്ടറിയും പ്രസിഡന്റും സ്ത്രീ അല്ലെങ്കിൽ അലങ്കാരത്തിനൊരു സ്ത്രീയെ കൊണ്ടുപോയി ഇരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കൂടുതൽ ഉത്തരവാദിത്വമുള്ള ജോലികൾ, ഉത്തരവാദിത്തങ്ങൾ സ്ത്രീകൾ ഏറ്റെടുക്കുക. അതിന് തയ്യാറായി വരികയും വേണം. തയ്യാറായി വരുന്ന സ്ത്രീകളെ ഉൾക്കൊള്ളാൻ ഈ കമ്മിറ്റികൾക്കും ആളുകൾക്കും മനസ്സുണ്ടാവുകയും വേണം. ക്രമേണ വരും, പക്ഷേ ഇങ്ങനെ പതിയെ പതിയെ വന്നാൽ പോരാ. നല്ല രീതിയിലുള്ള മാറ്റം, വലിയ തോതിലുള്ള മാറ്റം ഉണ്ടാവണം. ടീച്ചർ, ഇത് ടീച്ചറോടുള്ളൊരു സ്വാതന്ത്ര്യവും കൂടെ കൊണ്ട് വളരെ വ്യക്തിപരമായ ഒരു അനുഭവം എൻ്റെത്. ഞാൻ കുറച്ച് നാൾ ജനപ്രതിനിധിയായിരുന്നു, വളരെ താഴെത്തട്ടിൽ. ആ സമയത്ത് എൻ്റെ വസ്ത്രധാരണ എൻ്റെ ആ സമയത്തെ പ്രായവും കൂടെ കൊണ്ട് വളരെ വ്യത്യസ്തമായിരുന്നു. ഞാൻ കുറച്ച് ജീൻസും ടോപ്പും ഒക്കെ ഇട്ടായിരുന്നു നടന്നിരുന്നത്. അത് സംഘടനാ പ്രവർത്തനത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല എൻ്റെ. പക്ഷെ ജനപ്രതിനിധിയായപ്പോൾ
അങ്ങനെ നടന്നപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഒരു കുട്ടി വന്ന് എന്തോ പറയുന്നു, അല്ലെങ്കിൽ ഇവളെന്തൊക്കെയോ പറയുന്നു എന്നുള്ളൊരു രീതിയിൽ, ഉദ്യോഗസ്ഥരടക്കം. പക്ഷെ പിന്നീട് അത് മനസ്സിലാക്കി ഞാൻ മാറി ഇങ്ങനെ സാരിയും ചുരിദാറും ഒക്കെ ആയപ്പോൾ കുറച്ച് ഗൗരവത്തിലെടുക്കാൻ തുടങ്ങി. ടീച്ചറിനെ ഞാൻ എപ്പോഴും സാരിയിലേ കണ്ടിട്ടുള്ളൂ. ടീച്ചർ പണ്ട് തൊട്ടേ അങ്ങനെയാണോ, അതോ ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടോ? ഞാൻ പൊതുവേ സാരിയാണ് ഉപയോഗിക്കാറ്, അതും കോട്ടൺ സാരിയാണ് കഴിയുന്നത് ഉപയോഗിക്കാറ്. എനിക്ക് ഇത്തരത്തിലുള്ള പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോട് വലിയ ഇഷ്ടമാണ്. പക്ഷെ ഞാനതൊരു ശീലമാക്കിയിട്ടില്ല. അത് അമ്മ പറഞ്ഞൊരവസ്ഥ അതിനകത്തുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിനകത്ത്, പ്രത്യേകിച്ചും കേരളീയ സമൂഹത്തിനകത്ത് അന്തസ്സുറ്റ വേഷം സാരിയാണെന്നൊരു കൺസെപ്റ്റ് അങ്ങ് വന്നു കഴിഞ്ഞു. അതുപോലെ കുറച്ച് പക്വതയുള്ള ആളുകളൊക്കെ സാരിയെ ധരിക്കൂ എന്നൊരു തീരുമാനം സൊസൈറ്റിക്കകത്ത് ഉണ്ടായി എന്നുള്ളതാണ്. ഇപ്പം നേരെ മറിച്ച് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയാൽ അവർ പിന്നെ ഇടുന്ന വസ്ത്രം അതല്ലല്ലോ. ഇന്നലെ ഇപ്പം ഞാൻ ഓസ്ട്രേലിയൻ കൗൺസിൽ ജനറൽ ഇവിടെ വന്നപ്പോൾ എന്നെ കാണണം എന്ന് പറഞ്ഞൊരു യുവതിയാണ്. മെലിഞ്ഞ ഒരു ഇതാണ്, ഒരു സാധാരണ ഒരു സ്കേർട്ടും അതുപോലെ തന്നെ വളരെ നേരിയ ഒരു ഷർട്ടും ഒരു ബനിയൻ പോലുള്ളൊരു ഷർട്ടുമാണ് അവർ ഇട്ടിരിക്കുന്നത്. അവർ ഓസ്ട്രേലിയൻ കോൺസുൽ ജനറലാണ്. അപ്പോൾ അവർക്കത് ഇട്ടിട്ട് എവിടെ പോയാലും അവരതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സ്കേർട്ടും ഒരു ചെറിയ ബ്ലൗസും ഇട്ടിട്ട് പോയാൽ ഒരു അംബാസിഡറോ കൗൺസിൽ ജനറലോ ഒക്കെ മലയാളിയാണെങ്കിൽ ആളുകൾ ഒരു അയ്യോ ഇത് ശരിയായില്ലല്ലോ എന്നൊരു അത് ക്രമേണ മാറേണ്ടതാണ്. കാരണം വസ്ത്രത്തിലല്ലല്ലോ, മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം, അതിലൊന്നും തെറ്റില്ല. ഇപ്പോൾ ഒരു ജീൻസും ടോപ്പും ഇടുന്നു, കുഴപ്പമില്ല, അതൊരു ഇതായിട്ടുള്ള വസ്ത്രം തന്നെയാണ്. പക്ഷേ അത് സമൂഹത്തിനകത്ത് അമ്മ പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നമുണ്ട്. ഈ വന്നൊരു ചെറിയ പെൺകുട്ടി ആണല്ലോ വന്നതെന്നുള്ളത്. അതിലെനിക്ക് എപ്പോഴും രസകരമായിട്ട് പറയാനുള്ള ഒരു എക്സാമ്പിൾ, ഞങ്ങളുടെ ഒരു ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ഉണ്ട്, അമ്മൂനെ അറിയാമെന്നറിയില്ല, ഡോക്ടർ റീന. നല്ല തമാശയാണ്. ഞാൻ മന്ത്രിയാവുന്നതിന് മുമ്പേ ഒരു തവണ ഒരു ആരോഗ്യ മേഖലയിൽ ചില പ്രശ്നങ്ങൾക്കെതിരെ ഒരു സമരം വെച്ചിരുന്നു, മഹിളാ അസോസിയേഷൻ. കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ ഞങ്ങൾ ഈ സമരം ചെയ്തു. അവസാനം DMOൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി DMO ഓഫീസിലേക്ക് കയറി ചെന്നു. അങ്ങനെ ചെല്ലുമ്പോൾ ജീൻസും ഒരു ചെറിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നു ഈ കസേരയിൽ. അപ്പോൾ പെട്ടെന്ന് ഇത് ബന്ധുക്കളാരെങ്കിലും ഇരിക്കുന്നതാണോ? ഞാൻ നേരത്തെ റീനെ കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു അല്ല DMOനെ കാണണമായിരുന്നു. അപ്പോൾ DMO പറഞ്ഞു ഞാൻ തന്നെയാണ് DMO എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ചിരി വന്നു, അങ്ങനെ തോന്നിപ്പോയല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ മറ്റു സഹക്കൾ പറഞ്ഞു അയ്യോ DMO എന്താ ഇങ്ങനെ? ഞാൻ പറയാം എങ്ങനെ, ഒരു നല്ല ഉഷാറാന്നല്ലോ, നല്ല ഉഷാർ. അപ്പോൾ അതാണ് DMO എന്താ ഇങ്ങനെ എന്നാണ്. അപ്പം റീന ഇപ്പോഴും അതേ വേഷത്തിലൊക്കെയാണ്. അപ്പോൾ വേഷത്തിലല്ല, നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികൾ, ഉത്തരവാദിത്ത നിർവഹണം, അതിലൊക്കെയാണ് പ്രധാനം. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു നീണ്ട ഒരു കൺസെപ്റ്റ് തന്നെ വന്നിട്ടുണ്ട്, സാരിയൊക്കെ ധരിക്കുന്നതാണ് ഒരു അന്തസ് എന്നുള്ളത്. ഞാൻ അതുമാത്രം വിചാരിച്ചില്ല, ഞാൻ ശീലിച്ചതാണ്. അങ്ങനെ ഒരു വേറെ വസ്ത്രം പരിശീലിച്ചിട്ടില്ല. പക്ഷെ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ നല്ല തണുപ്പത്തൊക്കെ ചുരിദാറാണ്. അങ്ങനത്തെ എനിക്കൊന്ന് ചിത്രങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഏതോ ഒരു മീഡിയയിൽ ഇങ്ങനെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പം അമ്മൂന് കാണാം ഞാനൊരു കോളറുള്ള ഒരു ജീൻസ് ടോപ്പൊക്കെ ഒരു ചിത്രമാണ് ഇപ്പൊ കൊടുക്കുന്നത്. അതല്ലേ കൂടുതൽ സൗകര്യമായിട്ട് ഏറ്റവും എളുപ്പം, ധരിക്കാൻ എളുപ്പം. ഞാൻ എപ്പോഴും വിചാരിക്കും, ഒന്നാമതേ രാത്രി യാത്രയെല്ലാം ചെയ്യുമ്പം നേരം വൈകുമ്പോഴാണ് അപ്പോൾ ഒരു ചുരിദാറും ടോപ്പും ഇടുന്നത്. ഈ 5-6 മീറ്റർ നീളമുള്ള ഈ സാരി വാരി ചുറ്റി ഒരുമാതിരി വൃത്തിക്ക് ഉടുക്കണമല്ലോ. വലിയ പാടാണ് നേരമില്ലാത്ത സമയത്തൊക്കെ ധരിക്കാൻ. സത്യം പറഞ്ഞാൽ ഒരു ചുരിദാറും ടോപ്പും ആണെങ്കിൽ വളരെ കംഫർട്ടബിളാണ്, വളരെ എളുപ്പമാണ് അങ്ങനെ ധരിക്കുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മളത് ധരിക്കുമ്പം കാണുന്നത് ചെറിയ കുട്ടികളെ പോലെ പ്രായം ഇത്രയായിട്ടും. എന്നാൽ തൊട്ടടുത്ത് ഉത്തർപ്രദേശിലോ പഞ്ചാബിലൊക്കെ കിടന്നാൽ നല്ല പ്രായമുള്ള അമ്മമ്മമാരും ഇത് തന്നെയല്ലേ വേഷം. പക്ഷെ കേരളത്തിൽ ചുരിദാറിട്ടാ പറയും ടീച്ചറിന്റെ വിചാരം ചെറിയ പ്രായമാണെന്നാണ്. ഇങ്ങനെയൊരു കൺസെപ്റ്റാണ്. അതിനെ ഭയന്നിട്ടല്ല, പക്ഷെ ഇത് ശീലമായി, കംഫർട്ടബിൾ ആയി എന്നുള്ളത്. ഒരു കോൺഫിഡൻസും കൂടി, അമ്മ പറഞ്ഞല്ലോ, ഇപ്പം പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അതാണ് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു അയ്യോ എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന് പകരം ഞാനൊരു കൗൺസിലറാണ് എന്ന് അവർക്കും കൂടി തോന്നാൻ പാകത്തിന്. അതുകൊണ്ടാണ് നമ്മളും അതിന് വിധേയരാകുന്നത്. പക്ഷേ അത്തരം വേഷം ധരിക്കുന്ന കുട്ടികളോടും സ്ത്രീകളോടും ഒക്കെ എനിക്ക് ബഹുമാനമേ ഉള്ളൂ. ടീച്ചർ തയ്യൽ ടീച്ചർ അല്ലെങ്കിലും തയ്ക്കാറുണ്ടോ? ഇല്ല, ഞാൻ തയ്ക്കാറില്ല. അമ്മാവൻ പണ്ട് ഞങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് അവിടുന്ന് ചെയ്ത് തീരാത്ത പ്രവൃത്തികൾ, ഹുക്ക് വെക്കാൻ, ബ്ലൗസിനും ഷർട്ടിനും ഒക്കെ കുടുക്ക് വെക്കാൻ.
അതെടുത്തിട്ട് വീട്ടിൽ വരും. എന്നിട്ട് എന്നെ കൊണ്ടൊക്കെയാണ് ചെയ്യുക. ഞാൻ എൻ്റെ ഇളയമ്മ, എന്നെക്കുള്ള 5 വയസ്സിന് മൂത്തൊരു ആൻറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇത് വെക്കുന്നത്. അങ്ങനെ ഹുക്ക് വെക്കാൻ പഠിച്ചിട്ടുണ്ട്, കുടുക്ക് പിടിപ്പിക്കാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യാറുണ്ടോ അത്? ഇപ്പം ഒന്നും നേരം കിട്ടില്ല മോളെ, ഇപ്പം അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ടീച്ചർ. വേറൊരു കാര്യം നമ്മുടെയൊക്കെ എല്ലാവരുടെയും ചർച്ചയിലുള്ളത് തന്നെയാണ്. ടീച്ചർ മന്ത്രിയായിരുന്ന സമയത്ത്, ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ലോകം അംഗീകരിക്കുന്ന, ലോക ശ്രദ്ധ നേടിയതാണ്. അതൊന്നും ഞാൻ ആവർത്തിക്കേണ്ട കാര്യമേ ഇല്ല, അതൊന്നും പറയാൻ ഞാൻ അർഹയുമല്ല. പക്ഷേ ആ സമയത്തും പല മാധ്യമങ്ങളും PPE കിറ്റ്, കള്ളി, കോവിഡ് റാണി എന്നൊക്കെ ആ പേരുകളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. കാരണം നമുക്കത് അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഇങ്ങനെ പറയുമോ, അതും ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ എന്ന്. എന്നിട്ട് പുതിയൊരു ആരോഗ്യവകുപ്പ് മന്ത്രി, പുതിയ സർക്കാർ വരുമ്പോൾ നേരെ ടീച്ചറോളം പെർഫെക്റ്റ് ആയ ഒരാളില്ല, അതുകൊണ്ട് പക്ഷെ ടീച്ചർക്ക് വേണ്ട പരിഗണന CPM തരുന്നില്ല എന്നൊക്കെയുള്ള നിലയിലാണ് മാധ്യമങ്ങളുടെ പുതിയ വിഷമം. എന്നാൽ ടീച്ചറെ ആക്രമിച്ചിരുന്ന അതേ മാധ്യമങ്ങളാണ്. അപ്പോൾ ആ മാധ്യമങ്ങളുടെ ആ വിഷമം, ആ ഒരു രീതി ഉണ്ടല്ലോ, മുൻപിരുന്ന ആളെ പറയാൻ കഴിയുന്നതിൻ്റെ പരമാവധി പറഞ്ഞതിന് ശേഷം പുതിയ ആൾ വരുമ്പോൾ മുൻപത്തത്ര പോരാ എന്ന് പറയുന്ന ആ രീതി, ടീച്ചർ അതിനെ എങ്ങനെയാണ് കാണുന്നത്? മാധ്യമങ്ങൾക്കൊരു അജണ്ടയുണ്ട്. നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷ മാധ്യമങ്ങളും വൻകിട മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധമാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വൻകിട കോർപ്പറേറ്റ് മാധ്യമങ്ങളെന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി അത്രത്തോളം ഇല്ലാത്ത ചെറിയ മാധ്യമങ്ങളായാലും അവരെയൊക്കെ വിലക്കെടുക്കുകയാണ് പ്രതിലോമ രാഷ്ട്രീയക്കാർ. രാഷ്ട്രീയം 2 തരത്തിലാണല്ലോ. ഒന്ന് ഇടതുപക്ഷമാണ്, ഒന്നും ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വലതുപക്ഷമാണ്. അതിന് റൈറ്റ് വിങ് എന്ന് പറയും. ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയിലെ മനുഷ്യത്വരഹിതമായ എല്ലാറ്റിനോടും കലഹിക്കുന്ന പക്ഷമാണ്. ഒരു സമത്വപൂർണമായ സമൂഹമായിട്ട് മാറണം. അവിടെ ജാതി മേധാവിത്വമില്ല, അവിടെ മതപരമായിട്ടുള്ള ഇകഴ്ത്തലുകളില്ല, വേർതിരിവില്ല. അവിടെ സമത്വമാണ്, എല്ലാ മനുഷ്യരും സമന്മാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇടതുപക്ഷം. എന്നാൽ വലതുപക്ഷം എന്ന് പറയുന്നത് യാഥാസ്ഥിതിക സമൂഹത്തെ നിലനിർത്താൻ താല്പര്യപ്പെടുന്നവരാണ്. ഒരു മാറ്റം ഉണ്ടായിക്കൂടാ. ഫണ്ടമെൻ്റലിസ്റ്റിക്കാണ് അവരുടെ ചിന്ത. അതിനെ എളുപ്പമാണ് പ്രചരിപ്പിക്കാൻ. ഫണ്ടമെൻ്റൽ ഐഡിയോളജി പ്രചരിപ്പിക്കാൻ എളുപ്പമാണ്. ഫണ്ടമെൻ്റലിസത്തിനെതിരെ ഒരു നല്ല റിഫർമേഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് വിഷമമുള്ള കാര്യമാണ്. കാരണം സൊസൈറ്റി ആസ് ഇറ്റ് ഈസ് അത് യാഥാസ്ഥിതികമാണ്. അവിടെ നമ്മൾ ഇടിച്ച് മുട്ടി നിന്നിട്ടാണ് പുരോഗമനം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നുള്ള സമൂഹത്തിൽ മീഡിയ, അത് ലോകത്തെവിടെയായാലും വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള മീഡിയ, അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റുകൾ വിലക്കെടുത്ത മീഡിയ, അവ ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് പൊതുവേ പ്രവർത്തിക്കുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ ഉള്ള സമയത്ത് മീഡിയ പൂർണ്ണമായിട്ട് എനിക്ക് അനുകൂലമായിട്ട് നിന്നവരൊന്നുമല്ല. പക്ഷെ ഒരു ഗുണമുണ്ടായിരുന്നു. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നെ വിമർശിക്കുമ്പോഴെല്ലാം ഈ ചലഞ്ചസ് വന്നപ്പോൾ ഞാൻ ഈ മീഡിയയെ നേരിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ അവർ വന്നു. നിപ്പ, അതുപോലെ കോവിഡ്, നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ദിവസം എന്തൊക്കെയോ അപസർപ്പക കഥകൾ വന്നു. അപ്പോൾ എനിക്ക് അപകടം മണത്തു. അങ്ങനെ വന്നാൽ നിയന്ത്രിക്കാൻ പറ്റില്ല. ഉടനെ തന്നെ ഞാൻ മീഡിയക്കാരെ ആകെ വിളിക്കേണ്ട കാര്യമില്ല, അവർ അസംബിൾഡാണ്. ഞാൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയായിരുന്നല്ലോ നിപ്പ കൺട്രോൾ ചെയ്യുന്നത് വരെ 40 ദിവസം. അവിടെ അവരുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും ഞങ്ങൾ 5 മണിക്ക് മീറ്റിംഗ് ചേരും. ഇവിടെ 6 മണിക്ക് ബ്രീഫിംഗ് ഉണ്ടാവും പത്രക്കാർക്ക്. നിങ്ങൾ ഏത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ സന്നദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നതോ, ഞാൻ അല്ലെങ്കിൽ ഹെൽത്ത് ഡയറക്ടർ ഉണ്ടാവും. എന്നാൽ ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്ന മറുപടിയെ കൊടുക്കാവുള്ളൂ. നിങ്ങൾ സ്വയം കഥകൾ മെനയരുത്. കാരണം ഇത് മനുഷ്യരുടെ ജീവൻ്റെ പ്രശ്നമാണ്. നമ്മൾ ലേശം ഒന്ന് കൈവിട്ട് പോയാൽ ഈ വൈറസ് സമൂഹത്തെ കീഴടക്കും. 100 കണക്കിന് ആളുകൾ മരിച്ചു പോകും. നമുക്കെല്ലാവർക്കും കൂടി മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കണ്ടേ. അപ്പോൾ അവർ പറഞ്ഞു, ശരി, ഞങ്ങൾക്ക് ബ്രീഫ് ചെയ്യുമെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് കറക്റ്റായിട്ട് പറഞ്ഞ സമയത്ത് എല്ലാവരും വന്നു. അവരൊരുപാട് സംശയങ്ങൾ ചോദിച്ചു. എല്ലാം അവരോട് വിശദീകരിച്ചു. അവർ ചോദിക്കുന്നതെല്ലാം. ഞാൻ ഒന്നും ഒളിച്ചു വെക്കാനില്ല, ഇതാണ് സംഭവം. ഇന്ന് ഇത്ര കേസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അവർ ഐസൊലേഷൻ വാർഡിലാണുള്ളത്. ഇത്ര പേരെ സസ്പെക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലിസ്റ്റിലുണ്ട്. എന്നെല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ എങ്ങനെയാണോ 1ാം ലിസ്റ്റും 2ാം ലിസ്റ്റും ഉണ്ട്. തൊട്ടടുത്ത സമ്പർക്കമുള്ള പട്ടിക, അകന്ന സമ്പർക്കമുള്ള പട്ടിക, അതിൽ ഇത്ര പേരുണ്ട്. ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, നിങ്ങൾക്ക് പരിശോധിക്കാം. അങ്ങനെ വന്നപ്പോൾ അവരോടൊരു അപ്പീലും നടത്തി, നമുക്ക് ഒരുമിച്ച് ചേർന്നിട്ട് ഇതിനെ നേരിടണം.
പിറ്റേന്ന് മുതൽ വളരെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. ഞാനതൊരിക്കലും മറക്കില്ല. കാരണം മീഡിയ അപ്പാടെ തള്ളി പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അവസാനം നിപ്പ ക്യൂർ ചെയ്തതായി കോഴിക്കോട് കലക്ട്രേറ്റിൽ വെച്ച് ഞാൻ പ്രഖ്യാപിച്ചപ്പോൾ, നിപ്പയുടെ ഭീഷണി അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ അവർക്കെല്ലാം വലിയൊരു നന്ദിയും പറഞ്ഞു. അതുണ്ട്. കോവിഡിൻ്റെ സമയത്തും അതേ വിളിച്ചു അവരോടും കൂടി ഈ മിഷനിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് എല്ലാവരും സഹകരിച്ചു. ഒറ്റ മാധ്യമല്ല എല്ലാവരും. അപ്പോൾ ആദ്യത്തെ ദിവസം കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന ദിവസം ഞങ്ങളത് സ്ഥിരീകരിച്ച് പറയുന്നത് വരെ അമേരിക്കയുടെ ജഗൻ മാത്യു സാറൊക്കെ പറയും, ആദ്യമായിട്ടാണ് ഒരു പത്രം ഒരു മന്ത്രിയുടെ പ്രസ്താവനയും കൂടി വന്നിട്ട് അച്ചടിക്കാമെന്ന് പറഞ്ഞ് രാത്രി അച്ചടി വൈകിപ്പിച്ച് നിന്നത് എന്ന് പറയും. അവരുടെ എഡിറ്റോറിയൽ എന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് മന്ത്രി എന്നുള്ള നിലയിൽ. അപ്പോൾ ആ സപ്പോർട്ട് നമുക്ക് കിട്ടിയിരുന്നു. എന്നാൽ പൊളിറ്റിക്കലായിട്ട് വരുമ്പോൾ അമ്മു പറഞ്ഞ ആക്രമണമൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ലോകം മുഴുവൻ നമ്മളെ ശ്രദ്ധിച്ചു. അതിന് കാരണം ഇവിടെ മരണനിരക്ക് കുറഞ്ഞതാണ്. 2020 റിസൾട്ട് ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു കോവിഡിൻ്റെ. ന്യൂയോർക്കിൽ അന്ന് 60,000-70,000 ആളുകൾ മരിക്കുമ്പോൾ, അമേരിക്കയുടെ ഒരു സംസ്ഥാനം എന്ന് പറയാം, ഇവിടെ കേരളത്തിൽ 4,000-ൽ ചില്ലുവാൻ ആളുകളാണ് മരിച്ചിരിക്കുന്നത്, 5,000-ൽ താഴെ. അപ്പോൾ ഇത് ലോക ജനതയെ ആകെ പരിശോധിക്കുന്ന കണക്കാണ്, നമുക്ക് നുണ പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ചില മാധ്യമങ്ങൾ വളരെ വളരെ മോശമായിട്ടൊരു വാർത്ത കൊടുത്തു. മന്ത്രി കണക്കുകൾ മറച്ചു വെച്ചിട്ടാണ്, ഇത്രയൊന്നും അല്ല മരണം എന്ന് പറഞ്ഞിട്ടൊരു കണക്ക് കൊടുത്തു. അപ്പോൾ എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. അന്ന് NS മാധവൻ ഒരു ലേഖനം എഴുതിയിരുന്നു, മാതൃഭൂമിയിലായിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞു ഒരു 100-300 മരണങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ റിപ്പോർട്ട് ചെയ്യാനുണ്ടെന്നാണ് കരുതുന്നത്. റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി അത് മുഴുവൻ റിപ്പോർട്ട് ചെയ്താലും കേരളത്തിൻ്റെ മരണനിരക്ക് 0.4% നിൽക്കും. അതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ മടിക്കേണ്ടതില്ല എന്ന് പകുതി മടിച്ചോ എന്നുള്ള സംശയവും എന്നാൽ കരുതി കൂട്ടി കുറ്റപ്പെടുത്താതെ അത് കുഴപ്പമില്ല, അതൊരു നല്ല ഇതാണ്, പരിശോധിക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. ബാക്കി മാധ്യമങ്ങൾ അങ്ങനെയല്ല, ആയിരക്കണക്കിന് മരണം റിപ്പോർട്ട് ചെയ്യാഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർ കാണുന്നതാണ് ലോകത്തിൻ്റെ ചിത്രം മുഴുവൻ. ഇപ്പോൾ ന്യൂയോർക്കിലൊക്കെ ഈ മണ്ണ് മാന്തി യന്ത്രം കൊണ്ട് മണ്ണ് മാന്തിയിട്ട് നിരത്തി ഡെഡ് ബോഡി വെച്ചിട്ട് മണ്ണിട്ട് മൂടുന്നത് നമ്മൾ കാണുന്നതാണ്. കേരളത്തിൽ ഒരു ശ്മശാനത്തിൽ ഒരു ക്യൂ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരെങ്കിലും മരണപ്പെടുന്നുണ്ടോ കൊണ്ടുപോകുന്നു, സംസ്കരിക്കുന്നു. അതിന് സാധാരണ മരിക്കുമ്പോഴുള്ളതല്ലാതെ കോവിഡ് മരണം കാരണം 10 മിനിറ്റ് വൈകിയിട്ടില്ല. അതിൻ്റെ അർത്ഥം അത്ര കോവിഡ് മരണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് 2020 അതിൻ്റെ ശരിയായ ഉത്തരം കിട്ടി. 2020 എക്സസ് ഡെത്ത് അനാലിസിസ് വന്നത്. അതായത് കോവിഡ് കാലത്ത് എത്ര അധിക മരണങ്ങൾ ഉണ്ടായി. അപ്പോൾ അത് താരതമ്യം ചെയ്യുന്നത് കോവിഡ് മുമ്പിലുള്ള 2019 ആകെ മരണം, കോവിഡിൻ്റെ വർഷം 2020 ആകെ മരണം. അത് പരിശോധിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് കേരളത്തിലുണ്ടായി. അത് 2019 24,000-ലേറെ മരണം കുറവാണ് 2020. ലോകത്തിൽ തന്നെ 4-5 സ്ഥലത്തേ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ക്യൂബ, വിയറ്റ്നാം, ന്യൂസിലാൻഡ്, പിന്നെ ഏതോ ചെറിയ 2 രാജ്യങ്ങളാണ്. വൻകിട രാജ്യങ്ങളിലൊന്നും അവസ്ഥയില്ല. അപ്പോൾ എക്സസ് ഡെത്ത് കുറഞ്ഞ ഒരിടം കേരളം. ഇത് ലോകം മുഴുവൻ കാണുന്ന കാര്യമാണല്ലോ. എക്സസ് ഡെത്ത് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോവിഡ് മരണം മറച്ചു വെച്ചിട്ടില്ല. മറച്ചു വെച്ചിരുന്നെങ്കിൽ ഈ മരണം ജനറൽ ഡെത്തിൽ പോയി ചേരും. ജനറൽ ഡെത്ത് കൂടിയിട്ടില്ലല്ലോ. അപ്പോൾ ഇത്ര വ്യക്തമായ രേഖകൾ ഉണ്ടായിട്ടും ഇപ്പോഴും ചിലപ്പോൾ അത് മരണം മറച്ചു വെച്ചിട്ടല്ലേ എന്ന് പറയും. പിന്നെ 21 മുതൽ കേരളത്തിൽ മരണം കൂടിയിട്ടുണ്ട്. അത് ഈ അസംബ്ലി ഇലക്ഷൻ എല്ലാവരും മിങ്കിൾഡായി ഒരുമിച്ച് വന്നു. അപ്പോൾ കുറച്ച് കോവിഡ് അധികം വന്നു. അന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാവരും യോഗം ചേർന്ന ഇടങ്ങളിലൊക്കെ കോവിഡ് വന്നിരുന്നു. അപ്പോൾ കുറച്ച് മരണം കൂടിയിട്ടുമുണ്ട്. എന്നാലും കേരളം വ്യത്യസ്തമാണ്. പക്ഷെ 2020 ആ ഫാൻറ്റാസ്റ്റിക് റിസൾട്ട് കാരണമാണ് ഇപ്പോൾ ഗാർഡിയൻ പത്രത്തിൽ അവർ എൻ്റെ ഒരു ഇൻ്റർവ്യൂ ആവശ്യപ്പെട്ടു. ലോറ സ്പിന്നി ഇൻ്റർവ്യൂ ചെയ്യും എന്ന് പറഞ്ഞു. ഓഫീസിൽ നേരിട്ട് വിളിച്ചിട്ടാണ്. എനിക്ക് അന്ന് ലോറ സ്പിന്നി അത്ര പരിചയമൊന്നുമില്ല. പക്ഷെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ വളരെ പ്രശസ്തിയായിട്ടുള്ള എഴുത്തുകാരിയും ജേർണലിസ്റ്റും ഒക്കെയാണ്. നേരത്തെ 1-ാം ലോക മഹായുദ്ധ കാലത്തെ കടുത്ത ഫ്ലൂ വന്നിരുന്നല്ലോ, ആ ഫ്ലൂവിനെ കുറിച്ച് പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ലോറ സ്പിന്നി. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു. അവർ ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി പറഞ്ഞു. ഓൺലൈനാണ്, ഞാൻ എൻ്റെ മന്ത്രി ഓഫീസിൽ ഇരുന്നിട്ടാണ്. അവർക്ക് ഭയങ്കര ആവേശമായിട്ട് അവരത് ഗാർഡിയൻ പത്രത്തിൽ ഒരു ഫുൾ പേജ് ലേഖനാക്കി. പക്ഷെ അവർക്ക് ഇഷ്ടമുള്ളൊരു തലക്കെട്ട് അവർ കൊടുത്തു, KK ശൈലജ കേരളാസ് റോക്ക് സ്റ്റാർ മിനിസ്റ്റർ, കൊറോണ വൈറസ് സ്ലെയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തത്. അത് ഭയങ്കര ചർച്ചാ വിഷയം. യൂറോപ്പിലെല്ലാം നമ്മുടെ മലയാളികളുടെ അടുത്തെല്ലാം ഇത് വായിച്ചിട്ട് അവരാകെ അഭിമാനമായി എന്നെ വിളിച്ചു. ഞങ്ങൾക്ക് ഒരു മലയാളി ആയതിൽ വലിയ അഭിമാനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളടക്കം വിളിച്ചിരുന്നു. ടീച്ചർ പാർട്ടിയൊന്നുമല്ല ഞങ്ങൾ, പക്ഷേ ഇത് ഞങ്ങൾ കണ്ടപ്പോൾ
ഞങ്ങൾക്ക് കേരളത്തിലാണെന്ന് പറയാൻ അഭിമാനം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ ചിലരെ വല്ലാതെ ചൊടിപ്പിച്ചു. ഇവിടെ ഒരു കോൺഗ്രസിൻ്റെ നേതാവ് പറഞ്ഞു, കണ്ടില്ലേ ഗാർഡിയൻ പത്രത്തിൽ റോക്ക് ഡാൻസർ എന്ന് കൊടുത്തിരിക്കുന്നു ഈ മന്ത്രിയെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അത് പിന്നെ ഭയങ്കര ട്രോളായി. ഞാനതൊന്നും മറുപടി പറയാൻ പോയില്ല. എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞ ആളും ഞാനും നല്ല സൗഹൃദത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് എനിക്ക് ഇപ്പോഴും ആ സൗഹൃദമൊന്നും ഇല്ലാതില്ല. കാണുമ്പോൾ ഒക്കെ ഞങ്ങൾ അത്രയല്ലേ കാണാറുള്ളൂ. അപ്പം എനിക്കൊരു വിരോധമില്ല അദ്ദേഹത്തോട്. അദ്ദേഹം ആ വന്ന ദേഷ്യത്തിന് ഈ പാർട്ടിക്കകത്തൊക്കെ നടക്കുന്ന ചർച്ചയുടെ ഒരു സ്പിരിറ്റിൽ അദ്ദേഹം പറഞ്ഞതാണ്. അല്ലാണ്ട് എന്നോട് വ്യക്തിപരമായ വൈരാഗ്യമൊന്നും അദ്ദേഹത്തിന് ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷേ അത് ഭയങ്കര, അത് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് റാണി, നിപ്പ രാജകുമാരി എന്നൊക്കെ. അതെന്ന് വെച്ചാൽ ഈ അസ്കിതയാണ്. എന്നെ അഭിനന്ദിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പം ഒരിടതുപക്ഷക്കാരി ഇത്തരം അഭിനന്ദനം വേണ്ട, പ്രത്യേകിച്ച് സ്ത്രീ ഇത്തരം അഭിനന്ദനം വേണ്ട എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അതിപ്പോഴും നടക്കുന്നുണ്ട് വേണ്ട പോലെ. ആദ്യമൊക്കെ എനിക്കൊരു ചെറിയ വിഷമം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തമാശയാ തോന്നാറ്. ആദ്യം ഇത് കാണുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒറ്റയായി വളർന്നു വന്നതിന് എന്നെ പാർട്ടിക്കകത്തും ആരും അങ്ങനെ വല്ലാണ്ട് വഴക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. കാരണം ഞാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം എല്ലാം കൃത്യമായി നിർവഹിക്കുന്ന ഒരാളാണ്. അതൊരു ചെറിയ കമ്മിറ്റിയുടേതായാലും വലിയൊരു സംഘടനയുടേതായാലും. അമ്മ കണ്ടില്ലേ, മകൾ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഞാനായിരുന്നപ്പോഴാണ് ഓഫീസൊക്കെ എൻ്റെ ഒരു വാശി. എവിടെയെങ്കിലും ഞാൻ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ എൻ്റെതായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കാണിക്കണം. എൻ്റെ ഒരു എൻ്റെത് സ്വന്തമല്ല, എൻ്റെ മുൻകൈയോടുകൂടി. സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസർ വലിയ, ഞാൻ സീമയും കൂടിയാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് TN സീമ. അപ്പോൾ ഞങ്ങൾക്ക് അന്നൊരു വാശിയായിരുന്നു നമുക്ക് രണ്ടുപേർക്കും കൂടി ഇതുണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഏത് മേഖലയിലും ചെയ്യുന്ന എന്നെ അങ്ങനെ വല്ലാണ്ട് വഴക്ക് പറയും അങ്ങനെ ഒരു രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സങ്കടമുള്ള കാര്യമൊന്നും ഉണ്ടായില്ല എന്നുള്ളതല്ല, എന്നാലും. പക്ഷെ ഇതിങ്ങനെ ഇനിയിപ്പം പ്രതിപക്ഷത്തായാലും സാധാരണ അവർ വിമർശിക്കുമ്പോൾ ഒരു ഭംഗിവാക്കോടെയാ പറയാ, ടീച്ചറെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, എന്നാലും ഇത് പറയാതെ വയ്യ. അപ്പം നമുക്കൊരു സന്തോഷമുണ്ട്, കണ്ടോ അവരൊന്നും അങ്ങനെ നമ്മുടെ ശത്രുക്കളല്ല എന്നൊരു തോന്നൽ. ഇപ്പം അസംബ്ലിയിൽ ഞാൻ മന്ത്രിയായപ്പോൾ തന്നെ പ്രതിപക്ഷത്തുനിന്ന് വിമർശിക്കാറുണ്ട്. അപ്പോൾ അവരിൽ ഒരുപാട് പേർ പറയുന്നത്, ടീച്ചർ ഇതൊന്നും വ്യക്തിപരമായി കാണരുത് കേട്ടോ. ഉദാഹരണം കെ മുരളീധരൻ എന്നോട് പറഞ്ഞിരുന്നു, നീ ശിവകുമാർ എഴുന്നേൽക്കുമ്പോഴൊക്കെ ടീച്ചർ എഴുന്നേൽക്കേണ്ട കാര്യമില്ല, അങ്ങൊരു മുൻ ആരോഗ്യമന്ത്രിയല്ലേ, പറയട്ടെ എന്ന്. ടീച്ചർ പിന്നെ മറുപടി പറഞ്ഞാൽ മതി. എന്തെങ്കിലും പറയാൻ നോക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് മറുപടി പറയാൻ പുറപ്പെടുന്നു. അപ്പോൾ അത് ഞാൻ പോസിറ്റീവായിട്ടേ എടുത്തിട്ടുള്ളൂ. അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ എനിക്കും തോന്നി, അതെ അദ്ദേഹം എഴുന്നേൽക്കുമ്പോൾ ഇനി സാക്ഷാൽ ശിവകുമാറും എന്നെ അങ്ങനെ വ്യക്തിപരമായിട്ട് അങ്ങനെ ആക്രമിച്ചിട്ടൊന്നുമില്ല അസംബ്ലിയിൽ. എന്നാൽ വ്യക്തിപരമായി ആക്രമിച്ച ചിലരുണ്ട്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല. അത് ചിലപ്പോൾ കരുതി കൂട്ടി, പിന്നെ പാർട്ടി തീരുമാനമായിരിക്കാം, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇവർ ചിലപ്പോൾ തമാശക്ക് പറയും, ടീച്ചർ അത് എല്ലാം വ്യക്തിപരമായിട്ട് എടുക്കുകയാണോ, നമ്മളത് പൊളിറ്റിക്സ് അല്ലേ. ശിവകുമാറും വെളിയിൽ കാണുമ്പോൾ എന്നോട് പറയും, ടീച്ചറൊന്നും വ്യക്തിപരമായിട്ട് എടുക്കരുത് കേട്ടോ എന്ന് പറയുമായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്കും ഒരു പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങോട്ടും അങ്ങോട്ടും. എന്നാൽ അതിൽ നിന്ന് വിരുദ്ധമായിട്ട് വളരെ മോശമായിട്ട് ഇത്തരം ആക്രമണം വന്നത് ഞാൻ മന്ത്രിയായപ്പോഴല്ല. കരിങ്കൊടിയൊക്കെ കാണിച്ചിട്ടുണ്ട്, സമരമൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കതറിയും അത്. പക്ഷേ പിന്നെ ഞാൻ ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്താണ് എന്നെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനുവേണ്ടി വാട്സാപ്പിലൊക്കെ പ്രചരിപ്പിച്ച ഒട്ടേറെ കാര്യങ്ങൾ, അതിലാണ് ഈ PPE കിറ്റും കാര്യവും. അസംബ്ലിയിൽ അവരൊരു തവണ ഉന്നയിച്ചിരുന്നു ഞാനുള്ളപ്പോൾ തന്നെ. അതിന് നല്ല മറുപടി ഒന്ന് കൊടുക്കുകയും ചെയ്തു. ഞാനല്ല, മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഉള്ള കാര്യമാണ്. ഇപ്പോൾ ലോകായുക്ത അത് തള്ളി, പക്ഷേ ആ കൊണ്ടുവന്ന കാര്യം പൊതുസമൂഹം അറിയേണ്ടതല്ലേ. അന്ന് ഈ സാധനമൊന്നും വാങ്ങുന്നത് കോവിഡ് കാലത്ത് ആരോഗ്യമന്ത്രിയല്ല, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ളൊരു കോർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഗവൺമെൻറ് പർച്ചേസിന്. കാരണം സാധാരണ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന പർച്ചേസ് പോരാ, ബൾക്കായിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടതായിട്ട് വരും. അപ്പോൾ ആരോഗ്യ സെക്രട്ടറി മാത്രം വിചാരിച്ചാൽ നടക്കില്ല. പിന്നെ അതുകൊണ്ട് അത് ഭംഗിയായി നടത്താൻ വേണ്ടി ചീഫ് സെക്രട്ടറി, ആരോഗ്യവകുപ്പ് സെക്രട്ടറി, വ്യവസായ സെക്രട്ടറി, ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള IAS ചേർന്നിട്ടുള്ള കോർ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അവരാണ് ഒരു തീരുമാനം എടുത്ത് പറഞ്ഞത്, ആരോഗ്യവകുപ്പിൻ്റെ കയ്യിലുള്ള PPE തീർന്നിരിക്കുന്നു ഒന്നാം വേവ് വരുന്ന ഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടിയന്തരമായിട്ട് PPE ശേഖരിക്കണം. ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനെ അപായപ്പെടുത്താൻ പറ്റില്ല, ഡോക്ടർമാരെയും നഴ്സുമാരെയും. അവർക്ക് സുരക്ഷാ ഉപകരണങ്ങളില്ലാതെ അവരെ രോഗികളുടെ അടുത്ത് അയക്കാൻ പറ്റില്ല. ഈവൺ ഇത് ആളുകൾ വന്ന് പനി പരിശോധിക്കുമ്പോൾ പോലും ഇത് ഇടണമല്ലോ, ഏത് പനിയാണ് കോവിഡ് എന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ അന്ന് ഇത് അപ്രത്യക്ഷമായി. കാരണം ചൈന ലോക്ക്ഡൗൺ ആയല്ലോ. ഈ റോ മെറ്റീരിയൽസ് അധികവും ചൈനയിൽ നിന്നാണ് കമ്പനികൾ വാങ്ങിയിരുന്നത്. അപ്പോൾ ഈ അടിച്ചു വെച്ച സാധനങ്ങളൊക്കെ, തയ്ച്ചു വെച്ച സാധനങ്ങളൊക്കെ തീർന്നു. പിന്നെ ഒരു കമ്പനിയുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട്.
അത് പെട്ടെന്ന് അപേക്ഷിച്ചാൽ കിട്ടും. പക്ഷേ മാർക്കറ്റിൽ ഈ സാധനം ഇല്ലാണ്ടിരിക്കുമ്പോൾ മുതലാളിത്തത്തിൻ്റെ തന്ത്രം ഉണ്ടല്ലോ, പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും. അപ്പോൾ കരിഞ്ചന്ത തന്നെ ഉണ്ടായി, അവർ വില കൂട്ടി 1500 രൂപ എന്നാലേ തരൂ. ഇത്ര രൂക്ഷമായ സാഹചര്യത്തിൽ 1500 രൂപക്കേ തരുള്ളൂ എന്ന് കമ്പനി. നമ്മളാണ് ഈ കമ്പനിയോട് കഴിയുന്നതും വില പേശിയിട്ടും കുറക്കുന്നില്ല. അവർക്ക് കുഴപ്പമില്ല, നമ്മൾ വാങ്ങിയിട്ടില്ലെങ്കിലും ആവശ്യക്കാർ ഇങ്ങനെ നിൽക്കുക, അവരുടെ അടുത്ത് കുറച്ചേ സ്റ്റോക്കുള്ളൂ, അവർക്ക് ആർക്ക് വേണമെങ്കിലും എടുത്തു കൊടുക്കാം ആ പൈസക്ക്. അപ്പോഴാണ് ഈ കോർ കമ്മിറ്റി ആലോചിച്ചിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മൾ 50,000 എണ്ണത്തിന് ഓർഡർ ചെയ്തു, പക്ഷേ കമ്പനി തന്നില്ല. കാരണം അവർക്ക് ഒരുപാട് ആളുകളുണ്ട് ആവശ്യക്കാർ, അവരെല്ലാം തൃപ്തിപ്പെടുത്താൻ അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് പലർക്കുമായി വീതിച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് 50,000 ചോദിച്ചെങ്കിലും 15,000 തന്നുള്ളൂ. പക്ഷെ ആ 15,000 കിട്ടിയത് വലിയ ഉപകാരമായി. അത് പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അടുത്തത് മാർക്കറ്റിൽ വരുന്നത് വരെയെങ്കിലും ഉപയോഗിക്കാൻ ഈ 15,000 കിറ്റ് നമുക്ക് വലിയ ഫലം ഉണ്ടാക്കി. അപ്പോൾ അത് ഉപയോഗിച്ചതുകൊണ്ട് എന്താ, ഡോക്ടർമാരൊന്നും മരിച്ചു പോയില്ല. കേരളത്തിൽ കോവിഡിൻ്റെ മുഖത്ത് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് മരിച്ചിട്ടില്ലല്ലോ. അത് ലോകത്തിൽ തന്നെ അത്ഭുതമുള്ളൊരു കാര്യമല്ലേ. ബാക്കി എല്ലായിടത്തും എത്ര ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫൊക്കെ മരിച്ചുപോയി. അപ്പോൾ അതാണ്, അങ്ങനെ വാങ്ങിയതാണിത്. അപ്പോൾ ചിലർ വാദിച്ചത് അന്ന് 500 രൂപക്ക് കിട്ടാനുണ്ടായിരുന്നു, ഏതോ ഒരു കമ്പനി പറഞ്ഞിരുന്നു, പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല. പക്ഷെ അത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിന് ഐ മാസ്ക് ഇല്ല, കാലിനുള്ള ഗ്ലൗസ് ഇല്ല, കയ്യുറ പ്രോപ്പറല്ല, ക്വാളിറ്റി ഉള്ളതല്ല. കിറ്റും ഇത് നല്ല ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ വൈറസ് അകത്ത് കിടക്കും, അതാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ വാങ്ങിയില്ല. അത് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ വാങ്ങുന്നതിന് വിരോധമില്ല. ഇത് വാങ്ങിക്കഴിഞ്ഞ് 1500 രൂപക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-4 മാസം കഴിയുമ്പോൾ മാർക്കറ്റിൽ 860 രൂപക്ക് സ്റ്റിച്ച് എവിടെ നിന്നൊക്കെയോ കിട്ടിയ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് മാർക്കറ്റിലെത്തിച്ചു. അത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്രത്തോളം ഗുണനിലവാരമില്ലെങ്കിലും തീരെ മോശമല്ല. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മളെന്ന് വെച്ചാൽ ഈ കോർ കമ്മിറ്റി ഇടപെട്ടിട്ട് ഇത് ബാക്കി 35,000 ക്യാൻസലാക്കി. എന്നോട് വിളിച്ച് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ആ കമ്പനിക്ക് ആയിട്ട് എഗ്രിമെൻറ്റ് വെച്ചതാണ്, അവർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നും വരരുത്, അതുകൊണ്ട് അവരോട് സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് ചെറിയ പൈസക്ക് കിട്ടും, ഒന്നുകിൽ നിങ്ങൾ ഈ പൈസക്ക് തരണം, അല്ലെങ്കിൽ ഇത് ഞങ്ങളെ വാങ്ങാൻ അനുവദിക്കണം, നിങ്ങളുടെ ഓർഡർ ഞങ്ങൾ ക്യാൻസൽ ചെയ്യും. ക്യാൻസൽ ചെയ്ത് അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പോൾ അവരുമായി സംസാരിച്ചപ്പോൾ അവർ അങ്ങനെ വാശി പിടിച്ചില്ല, അവരുണ്ടാക്കിയിട്ടില്ല, അവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വന്ന PP കിറ്റ് നമ്മൾ 860 രൂപക്ക് വാങ്ങി. അപ്പോൾ പല വിലക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് നല്ല വ്യക്തത ഉണ്ടായിട്ടും അവർ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. ഇപ്പോഴും ആരെങ്കിലും രണ്ടാളെങ്കിലും വിശ്വസിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ഞാനല്ല വാങ്ങിയതെന്നറിയാം, പക്ഷേ ഞാൻ അത് വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് ഇവരുടെ ജീവനിൽ ഉത്കണ്ഠയുണ്ട്, ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും. പലരും എന്നെ കണ്ടപ്പോഴും മെസ്സേജ് അയച്ചിട്ടൊക്കെ പറഞ്ഞു, ടീച്ചർ ഇതിൽ വിഷമിക്കേണ്ട, കാരണം 10 രൂപക്ക് വാങ്ങിയ മാസ്ക് 1ാം വേവിൻ്റെ സമയത്ത് 100 രൂപക്ക് വാങ്ങിയിട്ടുണ്ട്, വീണ്ടും 10 രൂപക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡിസാസ്റ്ററാണ്. ആ ഡിസാസ്റ്റർ കാലത്ത് ചെയ്ത ഏറ്റവും സത്യസന്ധമായിട്ടുള്ള ഒരു ജോബാണത്. അതിൽ എന്ത് പറഞ്ഞാലും എനിക്കതിലൊരു പ്രശ്നവുമില്ല, കാരണം അതിനകത്ത് യാതൊരു തെറ്റായിട്ടുള്ള കാര്യം ഉണ്ടായിട്ടില്ല.